കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തരുന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. പ്രകൃതിക്ഷോഭം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. മഴയും കാറ്റും, കർത്താവ് ഉപമയിൽ പറഞ്ഞതുപോലെ വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു എന്ന് പറഞ്ഞതുപോലെ അത് ആക്ഷരികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാലവർഷം വന്നില്ല, വേനൽ മഴയാണ് ഇത്രയും ദുരിതങ്ങൾ സമ്മാനിച്ചതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇനി കാലാവസ്ഥയുടെ അല്ലെങ്കിൽ വർഷകാലം അത് 3-4 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറയുന്നു. എന്തോ ആകട്ടെ, അത് വന്നാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? വേനൽ മഴയിൽ ഇത്ര ജലപ്രളയം ഉണ്ടായെങ്കിൽ അടുത്തുള്ള നമ്മുടെ കാലവർഷം തുടങ്ങുമ്പോൾ അതിൻ്റെ മഴയും അതിൻ്റെ കാറ്റും എത്ര കണ്ട് നാശം വിതയ്ക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ കേരളത്തിലാകമാനമുണ്ടായി എന്നൊക്കെ വിലയിരുത്തപ്പെടുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ അണിഞ്ഞിരിപ്പാനും കർത്താവ് നമുക്ക് കൃപ നൽകി അതോർത്ത് നന്ദിയോടെ സ്തോത്രം. അവരവർ പാർക്കുന്ന ദേശങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ദേശത്തിൻ്റെ കാവൽക്കാരാക്കി എന്നെ ഞാനായിരിക്കുന്ന ദേശത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടെ ദൈവമക്കൾ ജീവിക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു വചനഭാഗം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 36, 37, 38 വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36, 37, 38 വാക്യങ്ങളാണ് ഇത് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ഞാനത് വായിക്കുന്നു. പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ മഹത്തരമായൊരു സന്ദേശമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ രാത്രി ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാനാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. ഇവിടെ ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് താന് മരിച്ചടക്കപ്പെടുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെയൊക്കെ തിരഞ്ഞെടുത്തു. ആ ശിഷ്യന്മാരെ താന് ദൈവവചനം പഠിപ്പിച്ചു. മത്തായി 5-ാം അധ്യായം 5, 6, 7 നമുക്ക് കാണുമ്പോൾ പഠിക്കാൻ കഴിയുന്നു. കർത്താവ് അവരെ പഠിപ്പിച്ചു, പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവസാനം മത്തായിയുടെ സുവിശേഷം 28-20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് അവർക്ക് കൽപ്പന കൊടുത്തു. അതിനു മുമ്പ് ഒന്നുകൂടി പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാക്യത്തിനുവേണ്ടി കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ഈ വക മാർമിക വിഷയങ്ങളൊക്കെ കർത്താവ് അവരോട് പറഞ്ഞത് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം മറന്നു കളഞ്ഞോ എന്ന് ഞാൻ സംശയിച്ചു പോവുക. ഹല്ലേലൂയ. കാരണം കർത്താവ് കൽപ്പിച്ചതും അപ്പോസ്തലന്മാർ കൽപ്പിച്ചതുമായ പ്രമാണങ്ങൾ, പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ ഇന്ന് തേജോവധം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതിൽ വേദനയുണ്ട്. സഭയെ ഉപദേശം പഠിപ്പിക്കേണ്ടതിന് പകരം കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, രോഗി സൗഖ്യമായെങ്കിൽ അത് വാനോളം പൂഴ്ത്തി പറയുക, 10 പേരെ സ്നാനപ്പെടുത്തിയെങ്കിൽ അതിനെക്കുറിച്ച് പ്രശംസിച്ച് പറയുക,
അങ്ങനെ പല പല കാര്യങ്ങളിൽ ഇന്നത്തെ ക്രൈസ്തവ ഗോളം തെറ്റിക്കിടക്കുന്നു എന്ന് പറയുന്നതിൽ അതിശോക്തിയില്ല. ഇവിടെ കർത്താവ് പറഞ്ഞത്, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. കർത്താവ് വരുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയാണ് നിലനിന്നിരുന്നതെന്ന് നമുക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ആ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമായിട്ട് പറയും, നീ പുരോഹിതനെ കാണിക്കാൻ പറഞ്ഞു, മോശ പറഞ്ഞ വഴിപാടൊക്കെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് വന്ന കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയാണ് നിലനിന്നിരുന്നത്. അതാണ് അവർ അനുവർത്തിക്കേണ്ടത്. യേശു കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് പെന്തക്കോസ്ത് നാൾ 50 ദിവസം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് വന്ന് പത്രോസും കൂട്ടരിലൂടി ആ ആത്മാവിൻ്റെ വലിയ പ്രവാഹമുണ്ടായി. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച് 3000 പേര് രക്ഷിക്കപ്പെട്ട്. ആ രക്ഷിക്കപ്പെട്ട് അവരാണ് പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് വചനവസ്തുപ്രകാരം ശരി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒത്തിരി അഭിപ്രായങ്ങൾ എന്ത് പറഞ്ഞാലും ഒത്തിരി അഭിപ്രായങ്ങളും ഒത്തിരി വിമർശനങ്ങളും എല്ലാവരും ഉയർത്താറുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ശരിയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കും. ഈ പൊട്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നവരാണ്. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി 2. പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ പത്രോസിൻ്റെ പ്രസംഗത്തിൽ സ്ഥാപിക്കപ്പെടുന്ന പുതിയ നിയമസഭ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. പ്രവൃത്തി 2:42. അതിൻ്റെ അവസാന വാക്യത്തിൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി തൻ്റെ സഭയോട് ചേർത്തുകൊണ്ട്, ഇതാണ് കർത്താവിൻ്റെ സഭ. അത് ആ കർത്താവിൻ്റെ സഭ വരുന്നതുവരെയും സ്ഥാപിക്കപ്പെടുന്നതുവരെയും ന്യായപ്രമാണമാണ് കർത്താവ് വന്നപ്പോൾ നിലനിന്നിരുന്നത്. നമുക്കറിയാം, കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചവനാണ്. ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. കർത്താവിന് വേണ്ടി പ്രാവും കുഞ്ഞിനെയും കൊണ്ട് യോസേഫും മറിയയും യാഗം കഴിക്കാൻ പോയ ചരിത്രമൊക്കെ വേദപുസ്തകത്തിലുണ്ട്. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു. കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. അപ്പോൾ ഇടയന്മാരില്ലേ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. മത്തായി 23 നമ്മൾ വരുമ്പോൾ, അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. മോശയുടെ പീഠത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് പകരം നിൽക്കുക. അവർ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി ജനത്തെ പഠിപ്പിക്കുവാൻ ഇടയന്മാരായി ശാസ്ത്രിമാരും പരീശന്മാരും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് മോശയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താ? ന്യായപ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ രൂക്ഷമായി ശാസ്ത്രിമാരെയും പരീശന്മാരെയും വിമർശിക്കുന്ന വിഷയങ്ങളാണ് ഈ അധ്യായം മുഴുവൻ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ വായിച്ചു, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരുടെ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു. കൊയ്ത്തെന്നുള്ളത് ഞാൻ വരുന്നു, അത് ഹാർവസ്റ്റ് വേറൊരു വിഷയമാണ്. എങ്കിൽ ഇവിടെ നമ്മൾ വായിച്ച വിഷയം
ഇടയനില്ലാത്തവരായി. ഹല്ലേലൂയ. ഇടയരില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു. കുഴഞ്ഞു കിടക്കുക, അവര് ചിന്നിച്ചിതറിക്കിടക്കുക. അവരുടെ പരിപാടി അവർ ചെയ്തുകൊണ്ടിരിക്കുക. പല പരിപാടികൾ ചെയ്തു. ഇപ്പം ഇന്നും അതൊക്കെ തന്നെ ഏകദേശം. ഇടയന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജനത്തിന് വലിയ പ്രയോജനമൊന്നുമില്ല. ഇടയന്മാരും ശുശ്രൂഷകന്മാരും കഞ്ഞി കുടിച്ചു പോകുന്നു, അവർ ഭക്ഷിക്കുന്നു, ഒരു കാറ് മേടിക്കുന്നു, ഒരു വീട് വെക്കുന്നു, കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ ആത്മീയമായി ജനം പണിയപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലേഖനം പഠിപ്പിക്കുമ്പോൾ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്, ഏത് വിഷയം പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി നിലബലത്തോട് വ്യാപരിക്കുന്നു, അവരുടെ വ്യാപാര ശക്തിക്കൊത്തോണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അവ ജനത്തെ ആത്മീയമായി സ്വതന്ത്രം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക. ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് ജനത്തിനുണ്ടാകണം. അതാണ് ശുശ്രൂഷന്മാരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ന്യായപ്രമാണം പഠിപ്പിച്ചവരെ തികഞ്ഞവരാക്കേണ്ടതിനെ ആക്കി വെച്ച ശുശ്രൂഷകന്മാരെ അവരുടെ ശുശ്രൂഷ വ്യവസ്ഥാപിതമല്ലാത്തതായി പോയപ്പോൾ ജനം കുഴഞ്ഞവരും ചിന്നിയവരുമായി. ഇന്നത്തെ കാലഘട്ടത്തോട് ഞാൻ ബന്ധിപ്പിച്ചാണ് ഈ വചനം ചിന്തിക്കുന്നത്. ദൈവമക്കൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ന്യായപ്രമാണം പഠിപ്പിച്ചവരെ പ്രബുദ്ധരാക്കേണ്ട ആ ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് അവർ ചെയ്യുന്നത് വേറെ വല്ലതൊക്കെയാണ്. ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ. അവർ പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് അവരെ കുറിച്ച് പറയും, അവർ കനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരൽ പോലും കൊണ്ട് അവയെ തൊടുന്നുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തിയെല്ലാം മനുഷ്യരെ കാണിക്കേണ്ടതിന് എത്ര ചെയ്യുന്നത്? തങ്ങളുടെ മന്ത്രപ്പട്ടി വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥാനവും പള്ളിയിൽ മുഖ്യസ്ഥാനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർക്ക് റബ്ബി എന്ന് പറയുന്നവർക്ക് പ്രിയമാകുന്നു. എന്നിട്ട് കർത്താവ് ശിഷ്യന്മാരെ നിങ്ങൾ റബ്ബി എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രയും നിങ്ങളുടെ ഗുരു, നിങ്ങളെല്ലാവരും സഹോദരന്മാർ. ഹല്ലേലൂയ, സ്തോത്രം. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്രയും നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രയും നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഇവിടെ ഇപ്പം നമ്മളും റവറൻറ്റും ഡോക്ടറും പിന്നെ അതുപോലെ വലിയ സ്ഥാനമാനങ്ങൾക്ക് അലങ്കരിച്ച് വലിയ അധികാരം ചെലുത്തി ജനത്തെ ആത്മീയമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കണ്ടുവരുന്നത്. ഈ 23-ാം അധ്യായം ന്യായശാസ്ത്രിമാരും പരീശന്മാരെ കുറിച്ച് പറയുന്നത് ഇന്നത്തെ ആത്മീയ കോളത്തിലെ ശുശ്രൂഷകന്മാരോട്ടൊന്ന് ഘടിപ്പിച്ച് ചിന്തിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ വാദം. ഞാനതെല്ലാം വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവമക്കൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നന്നായിട്ടൊന്ന് വായിച്ച് പഠിച്ചോണം. എൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുപ്പമേറിയ ശിക്ഷ വരും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം! നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ ഇരട്ടിച്ച നരകയോഗ്യൻ ആക്കുന്നു. എനിക്കറിയാം, ഇന്ന് പാസ്റ്റർമാർ രക്ഷയിലേക്ക് നടത്താനും സ്നാനപ്പെടുത്താനും സഭയിലെ അംഗമാക്കാനും കിടന്ന് ബന്ധപ്പെടൽ, സ്നാനപ്പെടുത്തി സഭയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ആത്മീയമായി വളരുന്നില്ല.
ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ അവരായി പോവുക. പുരുഷാരത്തെ ഇടയില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി. വിശ്വാസികളെല്ലാം കുഴഞ്ഞു കിടക്കുക, ചെതറി കിടക്കുക, ആത്മീയമായിട്ടൊരൊന്നും ആകുന്നില്ല. ഇതിവിടുത്തെ വിഷയം. ഹല്ലേലൂയ. കർത്താവ് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. ഒരു പാസ്റ്റർ, ഒരു ശുശ്രൂഷകൻ, ഒരു സഭയിലെ മൂപ്പൻ ആ മാന്യദേഹം ചെയ്യേണ്ട ശുശ്രൂഷകൾ 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ, ഇടയലേഖനങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അതിലെഴുതിയിട്ടുണ്ട്. ശുശ്രൂഷകൻ അങ്ങനെയുള്ളവനായിരിക്കണം, മൂപ്പൻ അങ്ങനെയുള്ളവനായിരിക്കണം. സുവിശേഷകന്റെ ശുശ്രൂഷ, പുരോഹിതന്റെ ശുശ്രൂഷ, പുരോഹിതനല്ല, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നവരുടെ ശുശ്രൂഷകളൊക്കെ, ശുശ്രൂഷ രീതികളൊക്കെ പുസ്തകത്തിലുണ്ട്. പക്ഷെ ഇന്ന് അതൊന്നും കാണുന്നില്ല. ഇന്ന് ജനത്തെ ആത്മീയമായി പുറകോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക. വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ എന്തിനത് പറയുന്നു? എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. വിശ്വാസികൾ ആത്മീയമായി പണിയപ്പെടുന്നില്ല. അവർ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ പ്രത്യാശയില്ലാത്തവരായിക്കൊണ്ടിരിക്കുക. അവർ ആത്മീക ദാരിദ്ര്യത്തിലേക്കും ആത്മീക കുരുടിലേക്കും ആത്മീക നഗ്നതയിലേക്കും പോയിക്കൊണ്ടിരിക്കുക. അവർ ശീതവാനാണെന്ന് വെച്ചാൽ ശീതവാനല്ല, ഉഷ്ണവാനാണ് ഉഷ്ണവാന, ശീതോഷ്ണവനായിരിക്കും. രണ്ടും കെട്ട പർവ്വത്തിൽ കിടക്കുക. ശ്വാസിയാണോ? ശ്വാസിയല്ല. ശ്വാസിയല്ലേ? ശ്വാസിയാണ്. അതാ ഈ കാലഘട്ടത്തിലെ കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിലുള്ള കർത്താവിൻ്റെ സഭയെന്ന് പറയുന്ന ഗ്രൂപ്പിലെ വിശ്വാസികളുടെ നിലവാരമാണ് ലവോദിക്യ. ശീതവാനല്ല, ഉഷ്ണവാനല്ല, ശീതോഷ്ണവാൻ. ശീതോഷ്ണ വായിൽ നുമണ് കളയുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദരിദ്രൻ, നഗ്നൻ, കുരുടൻ, തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവാനും എന്ന് അറിയാതിരിക്കുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. അവരെന്താ ആകേണ്ടത്? ഏതവസ്ഥയിലാകേണ്ടത്? ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടേണ്ട വിശ്വാസി കുഴഞ്ഞു കിടക്കുക, ചിന്നിക്കിടക്കുക. ഈ വേദഭാഗം പല പ്രാവശ്യം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു. അതുകൊണ്ട് ഇന്ന് ഇത് ശക്തമായിട്ട് പറയാനിടയാകുന്നു. ജനം കുഴഞ്ഞവരായി കിടക്കുന്നു, ചിതറി കിടക്കുന്നു. പൗലോസിന്റെ പക്ഷം, കേഫായുടെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം പിടിച്ച് തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി കോടതിയും കേസുമായിട്ടൊക്കെ നടക്കുന്നൊരു കാലഘട്ടമായി ഇന്നത്തെ പെന്തക്കോസ്. അതപ്പതിച്ചുപോയി, ജീർണിച്ചുപോയി. ഇവിടെ ദൈവമക്കൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ജനം കുഴഞ്ഞു കിടക്കുക, ജനം ചിന്നിച്ചിതറി കിടക്കുക. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാനോ, ഒരു മനസ്സോടെ ദൈവത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാനോ, ഒരു മനസ്സോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനോ കഴിയാതെ ചിതറി ചിന്നിക്കിടക്കുകയാണ്. ഓരോരുത്തരും അവരവർക്ക് ബോധിച്ചതുപോലെ നടക്കുക. കഴിഞ്ഞ പ്രാവശ്യം നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെവരാകുമെന്ന് പറഞ്ഞതുപോലെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുക. ദൈവസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ട്. അവർ കൂടി വന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ ഹേമമുണ്ട്. അതുകൊണ്ട് ഞാൻ ശക്തിയോടെ പറയാൻ കർത്താവിൽ ശരണപ്പെടുക. 14-ാം അധ്യായം 1 കൊരിന്ത്യർ 14 പഠിക്കുമ്പോൾ, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരുടെ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർദ്ധനവിനായി ഉതകട്ടെ. അപ്പം നമ്മൾ കൂടി വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം? നമുക്ക് തോന്നിയതുപോലെ കുറെ ചെയ്തു വെച്ചാലൊന്നും അത് കൂട്ടായ്മയാകത്തില്ല, ദൈവസഭയാകത്തില്ല. അതിന് വചനത്തിലേക്ക് മടങ്ങി വരണം. അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ഉപദേശപ്രകാരം നമ്മൾ കൂടി വന്ന് അവരുടെ ഇടയിൽ ഉണ്ടായ ശുശ്രൂഷ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. നമുക്ക് തോന്നിയ പോലെ പലതുമൊക്കെ ചെയ്തു വെച്ചിട്ട് നമ്മൾ കുഴപ്പമില്ല, ദൈവസാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചുമ്മാ പറയുക. ഒന്നുമില്ല. ജനം കുഴഞ്ഞുകൊണ്ടിരിക്കുക, ജനം ചിന്നിച്ചെതറിക്കൊണ്ടിരിക്കുക.
ഏത് ചർച്ചകൾ എടുത്ത് നോക്കിയാലും അവിടെ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. പാസ്റ്ററുടെ പക്ഷം, അപ്പോലോസ് പാസ്റ്ററുടെ പക്ഷം, സെക്രട്ടറിയുടെ പക്ഷം, ചായ്മയുടെ പക്ഷം, ഉമ്മാമയുടെ പക്ഷം, പിന്നെ പാവങ്ങളെല്ലാം കൂടി വേറൊരു പക്ഷം. ഈ പക്ഷക്കാരെയൊക്കെ അപ്പോസ്തലന്മാർ പറഞ്ഞു, പൗലോസാര്, കേഫയാര്, അപ്പൊല്ലോസാരെന്ന് പറഞ്ഞ് ഈ പക്ഷം പിടിച്ചവരെയൊക്കെ തല്ലിച്ചതച്ച് ഉപദേശം കൊണ്ട് അവരെ തല്ലി അവരെ 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 വചന വ്യവസ്ഥയിലേക്ക് നടത്തി അവരെ ക്രിസ്തുവിൽ ഒന്നാക്കി നിർത്തി. ക്രിസ്തുവിന്റെ പത്രങ്ങളായി, അപ്പോസ്തലന്മാരെ പോലെയായി. നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളെ പോലെയായി. നിങ്ങൾ സ്വതന്ത്രം അപ്പോസ്തലന്മാരെ പോലെയായി. ഉപദേശം കൊണ്ട് അവരെ പോഷിപ്പിച്ചു. ദൈവവചനത്തിന്റെ പോഷണം അവർക്ക് കൊടുത്തു. അവരെ വളർത്തി. അവരെ ചിതറിക്കിടക്കുന്നവരായിട്ടല്ല നമുക്ക് കാണുന്നത്. അവരൊന്നായിട്ട് നിൽക്കുക. ഓരോ സഭകളിലും പഠിച്ചു നോക്കുമ്പോൾ അവർ പ്രബോധിപ്പിക്കുവാൻ പ്രാപ്തന്മാരായി, അവർ കരുത്തന്മാരായി, ശക്തന്മാരായ വിശ്വാസികളായി നിലകൊള്ളുക. അവർ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ദൈവവചന വസ്തുപ്രകാരം അഹോരാത്രം പ്രയത്നിക്കുന്നവരായി തീർന്നു. ഇന്ന് ചിതറിക്കിടക്കുക, ചിതറി ചിതറിയവരായി കിടക്കുക. പല പക്ഷങ്ങൾ പിടിച്ച് തമ്മിൽ വഴക്കുണ്ടാക്കി കോടതിയും കേസുമായിട്ട് കിടക്കുന്ന ദയനീയമായ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ലേഖനങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്ന സഭയായി നമ്മൾ തീരണം. റോമാ സഭ പോലെ, കൊരിന്ത് സഭ പോലെ, ഗലാത്യ സഭ പോലെ, എഫേസ്യ സഭ പോലെ, ഫിലിപ്പിയ സഭ പോലെ, കൊലോസ്യ സഭ പോലെ, തെസലോനിക്ക സഭ പോലെ വചനത്തിൽ എഴുതിയിരിക്കുന്ന സഭകളുടെ ആത്മീയ നിലവാരം ഇന്നുള്ള സഭകളിലെ വിശ്വാസികൾ ഉണ്ടാകണം. ഓരോരുത്തരും ഓരോ വലിയ മെഗാ പേരിൽ അങ്ങനെ നിൽക്കുക, എന്നിട്ട് തമ്മിലടിക്കുക. ജനറൽ കൺവെൻഷൻ നടത്തുമ്പോൾ ഞങ്ങളാണോ നിങ്ങളാണോ വലിയവരെന്നറിയാൻ പ്രൗഢി കൂട്ടുക. എന്തൊക്കെയാണ് അവർ കാണിച്ചു വയ്ക്കുന്നത്! എത്ര വേദനാജനകം! ഹല്ലേലൂയ. പുരോഹിതന്മാർ, ശുശ്രൂഷകന്മാർ ദൈവവചനത്തിന്റെ വ്യവസ്ഥക്കനുസരിച്ചുള്ള ശുശ്രൂഷകൾ സഭയിൽ ചെയ്യുന്നില്ലെങ്കിൽ സഭ എത്ര നാൾ കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടാണ് പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെ സ്ഥാപിക്കപ്പെടുന്ന പുതിയ നിയമസഭ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വേണം ചെയ്യാൻ. നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യരുത്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളെല്ലാം നല്ലതാണെങ്കിൽ അത് മാറ്റിവെച്ച് വചന വ്യവസ്ഥ പ്രകാരം നമ്മൾ കൂട്ടായ്മ മുമ്പോട്ട് നയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. ഹല്ലേലൂയ. ഞങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒത്തിരി പറ്റി. അതുകൊണ്ട് അതിൽ നിന്ന് എടുത്തൊക്കെ പറയുന്നു ഇങ്ങനെ. ഹല്ലേലൂയ. ഞാൻ വായിച്ച വേദഭാഗത്തിൽ 2 പ്രധാന വിഷയമുണ്ട്. കുഞ്ഞവരായി, ചിന്നവരായി, കുഴഞ്ഞവരായി കിടക്കുന്നു. പിന്നെ ഇത് കൊയ്ത്ത് കാലമാണ്. ഇന്ന് ഈ കാലഘട്ടം 2025 എന്ന് പറയുന്ന കാലഘട്ടം കൊയ്ത്തിന്റെ സമയം വന്നിരിക്കുക. കഴിഞ്ഞ 2000 വർഷമായി വിതച്ച വചനങ്ങൾ അത് വളർന്ന് ഫലം പൊടിപ്പിച്ച് ഒത്തിരി സഭകളുണ്ടായി ഒക്കെ നമ്മൾ പറയും. ക്രിസ്ത്യാനിറ്റി ഒത്തിരി വളർന്നു എന്നൊക്കെ പറയും. വളർന്നു എന്ന് ചോദിച്ചാൽ ആള് എണ്ണം കൂടിയെന്നല്ലാതെ ഗുണമില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആള് കൂടിയ പാമ്പയാകത്തില്ലെന്ന് പറഞ്ഞ പോലെ സഭകൾ വർദ്ധിച്ചു, എണ്ണങ്ങൾ വർദ്ധിച്ചു. ഒരു ചർച്ചിൽ തന്നെ 10,000, 20,000, 30,000 ബ്രാഞ്ചസുകൾ വന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ ആഗോള വ്യാപകമായി ഓരോ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. എന്ത് പ്രയോജനം അവരെക്കൊണ്ട്? അപ്പൊ നിങ്ങൾ പറയുമായിരിക്കും, അവർ കഞ്ഞി കുടിച്ചു പോകുന്നു, കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നു, അവർ ധനം സമ്പാദിക്കുന്നു. അത് ശരിയാ. എന്നാൽ അതല്ല സംഭവിക്കേണ്ടത്. വിശ്വാസി പ്രത്യാശയുള്ളവരായി തീരണം, വളർച്ച പ്രാപിക്കണം, കർത്താവിന്റെ വരവിൽ പോണം. ശക്തമായി അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭകളിൽ പ്രസംഗിക്കപ്പെടണം. ഇന്ന് അന്യതാ ഉപദേശത്തിൽ സഭ കിടക്കുക. ദുരുപദേശത്തിന്റെ അടിമച്ചങ്ങലിൽ സഭ കിടക്കുക. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമതത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇത് സഭ അടിമതത്തിൽ കിടക്കുക, ദുരാചാരങ്ങളിൽ കിടക്കുക. കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ വ്യവസ്ഥ വിട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാന്
യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു ഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാരുടെ ഒരു വിഷയമാണ് അത്. അതിൻ്റെ 22-ാം അധ്യായം, യെഹെസ്കേൽ 22-ന്റെ ഒത്തിരി വായിക്കാൻ സമയമില്ല, ഉള്ളത് അതിൻ്റെ കാതലായ ഭാഗം മാത്രം വായിക്കുന്നു. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു, എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബ്ദങ്ങളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. അതിലെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ച് കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ച് കള്ളപ്രശ്നം പറഞ്ഞ് യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുമ്മായം തേക്കുന്നു. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചുപറിക്കുകയും പിടിച്ചുപറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെയും അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നമ്മളിത് വായിച്ചു കേട്ടല്ലോ. എത്ര വ്യക്തമായിട്ടാണ് യെഹെസ്കേൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പുരോഹിതൻ അവൻ്റെ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എടുത്ത് പറയുന്ന വിഷയം, ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. തെറ്റായ ഉപദേശം എന്ത്, ശരിയായ ഉപദേശം എന്ത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇടയ്ക്ക് ഒരു ചർച്ചിൽ പോകുന്ന സഹോദരൻ്റെ ഒരു അമ്മാമ്മയുടെ ഒരു വിഷയം ഞാൻ കേട്ടു. ഞാൻ സങ്കടപ്പെട്ടു, കരഞ്ഞു. സത്യത്തിൽ വലിയ ദുഃഖമുണ്ടത് കേൾക്കുമ്പോൾ. നല്ല ഉപദേശം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഭയാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ അവിടെയുള്ള ഒരു അമ്മാമ്മ ദുരുപദേശത്തിൻ്റെ ഒരു ശക്തമായ ദുരുപദേശിയെ വീട്ടിൽ വരുത്തി അവരവരുടേതായ ക്ലാസ്സും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവുക. എൻ്റെ ഒരു കൂട്ടു സഹോദരൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനിടയായി. അതൊരു വലിയ പ്രയാസമായി മാറി. പിന്നെ പക്ഷെ നമ്മുടെ വിശ്വാസികളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? അവർ വല്ലയിടത്തൊക്കെ പോയി വിഷമൊക്കെ തിന്നുന്നുണ്ടോ? ഈ നല്ല ആടുകളെ വളർത്തുന്ന ആൾക്കാർ ഈ കപ്പയുടെ തണ്ടും കപ്പയുടെ ഇലയൊന്നും കടിക്കാതെ അവരെ എന്ത് ചെയ്യും? സംരക്ഷിക്കും. കപ്പത്തണ്ട് കടിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ കട്ടുകൊണ്ട് ആട് ചത്തുപോകുക വരെ ചെയ്യും. ചില ഇലകളൊക്കെ വിഷങ്ങളുള്ളതൊക്കെയാണെന്ന് പറയപ്പെടുന്നത്. അതൊന്നും ഭക്ഷിക്കാനുള്ള അവസരമൊന്നും കൊടുക്കത്തില്ല. അതിലൊക്കെ ഒരു കണ്ണ് ഇടയന് കാണും. ഈ ആടുകളെന്ന് പറഞ്ഞാൽ കണ്ടത് ചപ്പും ചവറും ഒക്കെ വലിച്ചു വാരി തിന്നും. അപ്പോൾ അവർക്ക് എന്ത് തിന്നണം എന്ത് തിന്നരുത് എന്നുള്ളത് എന്ത് ചെയ്യണം? വചനത്തിലൂടെ തെളിയിച്ചു കൊടുക്കണം. അതാ ഇവിടെ പറയുന്നത്. ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. പഥ്യവചനമേത്, പഥ്യോപദേശമേത്, ദുരുപദേശമേത്, അന്യതാപദേശമേത്? കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കാരന്മാരും പറയുന്ന ഉപദേശത്തിൻ്റെ തെറ്റായ നിലവാരങ്ങൾ എന്തെന്ന് വിശ്വാസികളെ പറഞ്ഞു പഠിപ്പിക്കാതെ ഗ്രഹിപ്പിക്കാതെ അവർ വല്ലയിടത്തും പോയൊക്കെ തിന്നുകൊണ്ടിരിക്കുക. ഞായറാഴ്ച ആകുമ്പോൾ ഇവിടെ വരും, പാസ്റ്റർ പ്രസംഗിക്കും, പാട്ടുപാടും, പ്രാർത്ഥിക്കും, സ്തോത്രാഴ്ച എടുക്കും, പറഞ്ഞു വിടും. അവർ പോയി വീടുകളിൽ പോയിട്ട് ദുരുപദേശകന്മാരെ വിളിച്ച് പ്രസംഗം കേൾക്കുകയും ആ ദുരുപദേശത്തിൻ്റെ വക്താക്കളായി തീരുകയും ഞായറാഴ്ച ആകുമ്പോൾ എന്ത് ചെയ്യും? പിന്നെയും തിരിച്ചിവിടെ വരും. ഇവിടെ വന്ന് കയ്യും ഈ ചുണ്ണാമ്പ് വെറ്റിലെ തേയ്ക്കുന്ന പോലെ ഇങ്ങനെ തേച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പാസ്റ്റർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കത്ത് പോലുമില്ല. വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടിൽ വേറൊരു കൂട്ടായ്മ. അതാരാ? ഇപ്പോൾ ഉപദേശം പഠിപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ടായ്മയാണെങ്കിൽ നമുക്കത് ഓക്കെ. ഇതല്ല.
ലോകത്തുള്ള ഭൂലോക തരികിട മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടന്മാരുടെയും ഉപദേശമാണ് വീട്ടിൽ വന്ന് ചിലർ പഠിപ്പിക്കുന്നത്. അതിന് കൈ കൊടുക്കുകയാണ് ചില പ്രിയപ്പെട്ടവർ. അതിൽ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല, ഭേദാഭേദങ്ങളെ വിവേചിച്ച് കാണിച്ചു കൊടുക്കുന്നില്ല. തന്നിമിത്തം വിശ്വാസികൾ ദുരുപദേശം കേട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ജനത്തെ ഇടയനില്ലാത്തവരായി കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു. ഇന്നും ഒട്ടുമുക്കാലും സഭകളിൽ നടക്കുന്ന കാര്യം ഇത് തന്നെയാണ്. എല്ലാവരുമല്ല, ഒരു ചെറിയ ശേഷിപ്പ് ദൈവവചന വ്യവസ്ഥപ്രകാരം പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും കാര്യങ്ങൾ മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ആൾ കുറവാണ്. എന്നാൽ ആളെ കൂട്ടി സ്തോത്രാഴ്ച പെരുക്കിയെടുത്ത് കീശ പെരുപ്പിക്കാൻ 8ഉം 10ഉം പോക്കറ്റുമായിട്ട് നടക്കുന്ന പാസ്റ്റർമാർ എന്തോ ഒരു സങ്കടമാണ്. പ്രായം കൊണ്ട് വാർദ്ധക്യത്തിലാണെങ്കിൽ ആളെ കണ്ട ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുക. ബാക്കി ഞാൻ പറയണ്ടല്ലോ. 8 പോക്കറ്റുമായിട്ട് നടക്കുക, 10 പോക്കറ്റുമായിട്ട് നടക്കുക, ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്കുമായിട്ട് നടക്കുക. അനേകർ അതിൽ കുടുങ്ങിക്കിടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വന്തം